A1 ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KS വേണുഗോപാലിൻ്റെ ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ എന്ന പുസ്തകമാണ്. ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ. 1939 ചാവക്കാട് മണത്തലയിൽ ജനിച്ച KS വേണുഗോപാൽ റവന്യൂ സർവീസിൽ നിന്ന് സ്പെഷ്യൽ തഹസീൽദാരായി പെൻഷൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ചില കൃതികളെ പരിചയപ്പെടുത്താം. താത്വിക വിചിന്തനമായ എൻ്റെ ചിറകുകളിലെ തൂവൽ, നിരൂപണ ഗ്രന്ഥമായ ടാഗോർ ഇക്ബാൽ കുമാരനാശാൻ, പഠന പുസ്തകമായ പുന്നപ്ര വയലാർ ചില ചിതറിയ ചിന്തകൾ, വിവർത്തന പുസ്തകമായ ഹിന്ദു എങ്ങോട്ട്. ചില ലേഖനങ്ങളെ പരിചയപ്പെടുത്താം. മുസ്ലിം വർഗീയത ഉത്ഭവവും വളർച്ചയും, മതം മാറ്റ ഭീഷണിയും ഹിന്ദു സമൂഹവും, EMS അകവും പുറവും എന്നീ ലേഖനങ്ങൾ. അദ്ദേഹത്തിൻ്റെ നാടോടിക്കഥകളുടെ പേരാണ് പൂമ്പാറ്റകൾ, കൊറിയൻ നാടോടിക്കഥകൾ, ആഫ്രോ ഏഷ്യൻ നാടോടിക്കഥകൾ, പാശ്ചാത്യ നാടോടിക്കഥകൾ, ജിപ്സിയും ഏഴാം ലോകവും, 17 വിദേശ നാടോടിക്കഥകൾ, ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് മുഹമ്മദ് അലി ജിന്ന ജീവചരിത്രവും പഠനവും. അതുപോലെ ഓർമ്മയുടെ ഓളങ്ങൾ എന്ന സ്മരണകൾ ഉണർത്തുന്ന ഒരു പുസ്തകം കൂടി അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികളിൽ ഉൾപ്പെടുന്നു. KS വേണുഗോപാലിൻ്റെ ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത കൊറിയൻ കഥയായ പ്രത്യുപകാരം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംല M. ഇക്ബാൽ. പുസ്തകം ഏഷ്യയിലെ നാടോടിക്കഥകൾ, കഥ പ്രത്യുപകാരം. ഈ സംഭവം നടന്നിട്ട് നൂറ്റാണ്ടുകൾ തന്നെ ചിലതായി. കൊറിയയിൽ ഒരു വിറകുവെട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ കാട്ടിലേക്ക് വിറക് വെട്ടാൻ ചെന്നപ്പോൾ 2 പീസൻ കിളികൾ അതിദയനീയമായി നിലവിളിച്ച് അങ്ങുമിങ്ങും പരിഭ്രാന്തരായി പറക്കുന്നതാണ് കണ്ടത്. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. ഒരു പൊന്തയ്ക്കുള്ളിലുള്ള ആ കിളികളുടെ മുട്ടകൾ തിന്നാൻ ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു ചെന്നിരിക്കുന്നു. പാമ്പ് മുട്ട വിഴുങ്ങാൻ ആഞ്ഞതും വിറക് വെട്ടി മഴുവിൻ്റെ തായ കൊണ്ട് അതിനെ തച്ചു കൊന്നതും ഒപ്പം കഴിഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞു. ഗോങ്മൻ സംസ്ഥാനത്തിലെ യോങ്മോനിലേക്ക് ഒരിക്കൽ അടിയന്തരമായി അയാൾക്ക് പോകേണ്ടി വന്നു. രാത്രി കാട്ടിൽ വഴിതെറ്റി പേടിച്ചവശനായ അയാൾ ഒടുവിൽ ദൂരെ ഒരു ജാലകത്തിനരികിൽ എരിഞ്ഞിരുന്ന ദീപം ലക്ഷ്യമാക്കി നടത്തമായി. അന്ന് രാത്രി തനിക്ക് അവിടെ കൂടാം എന്നയാൾ ആശിച്ചു. അയാൾ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നത് അതിസുന്ദരിയായൊരു ചെറുപ്പക്കാരിയാണ്. അവൾ വിറകുവെട്ടിയെ ദയാപുരസരം സ്വീകരിച്ചു. അവൾ വിശേഷപ്പെട്ട അത്താഴവും നൽകി. സംസാരത്തിനിടയിൽ അയാൾ ചോദിച്ചു, നിങ്ങളിവിടെ തനിച്ചാണോ? വീട്ടുകാരെ കാത്തിരിക്കുകയാകാം അല്ലേ? ഇത്രയും പറഞ്ഞു തീർന്നില്ല. അവളുടെ നിറം മാറി. അയാളുടെ നേരെ അവൾ ഭയങ്കരമായി ഒന്ന് ചീറ്റി. 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു പാമ്പിനെ അടിച്ചു കൊന്നത് ഓർക്കുന്നുണ്ടോ? ആ പാമ്പാണ് ഞാൻ. ഞാൻ അഭയം നൽകിയത് എൻ്റെ ശത്രുവിന്. ഞാൻ ഇന്നതിന് പ്രതികാരം ചെയ്യും. ഞാനിപ്പോൾ നിങ്ങളെ തിന്നും. ഇത്രയൊന്നും ആ വിറകുവെട്ടി പ്രതീക്ഷിച്ചതല്ല. തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അയാൾ താണുകേണ് അപേക്ഷിച്ചു. നീയാ പീസൻ കിളികളുടെ മുട്ട തിന്നാൻ പോകുകയായിരുന്നില്ലേ? അയാൾ വാദിച്ചു. എനിക്ക് ആ നിസ്സഹായരായ കിളികളോട് ദയ തോന്നി. അവരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയായി എനിക്ക് തോന്നി. അതാണ് ഞാൻ വടികൊണ്ടടിച്ചത്. നിന്നെ കൊല്ലണമെന്ന വിചാരം എനിക്ക് ഒട്ടുമില്ലായിരുന്നു. അന്ന് അപകടത്തിൽ പറ്റിയതാണ്. ഞാൻ ഇന്നതിനെ മാപ്പിരക്കുന്നു. ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണേ. അവൾ അല്പനേരം ചിന്തയിലാണ്ടു. അവൾ സഗൗരവം പറഞ്ഞു, ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഈ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ വിജനവും ജീർണിച്ചതുമായ ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു വലിയ മണിയുണ്ട്. ഈ മുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മണിയടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വിടാം. അതിന് തയ്യാറുണ്ടോ? വിറകുവെട്ടി വിസ്മയത്തോടെ പറഞ്ഞു, ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എങ്ങനെയാണ് ആ മണിയടിക്കുക? അതാർക്കും സാധ്യമല്ല. എന്നെ കബളിപ്പിക്കുകയായിരിക്കും. കഴിയുകയില്ലെന്നോ? അവൾ തുടർന്നു. എങ്കിൽ ചാവാൻ ഒരുങ്ങാം. പെട്ടെന്ന് ആ സുന്ദരിയായ യുവതി ഒരു വലിയ പാമ്പായി മാറി. അയാളെ വിഴുങ്ങാൻ ആഞ്ഞപ്പോൾ ഒരു അത്ഭുതമുണ്ടായി. ആ കൊടുമുടിയിൽ നിന്നും പ്രശാന്ത ഗംഭീരമായ മണിനാദമുയർന്നു. പാമ്പ് വീണ്ടും യുവതിയായി മാറി. അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് നിരാശ കലർന്ന സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ സ്വർഗരക്ഷയുള്ളവനാണ്. നിങ്ങളെ ഉപദ്രവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും പറഞ്ഞ് അവൾ അപ്രത്യക്ഷയായി. പിറ്റേന്ന് രാവിലെ നമ്മുടെ വിറകുവെട്ടി ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിലകൊള്ളുന്ന വിജനവും ജീർണിച്ചതുമായ അമ്പലത്തിലേക്ക് കയറി ചെന്നു.
വലിയ അമ്പലമണിക്ക് നേരെ താഴെ 2 പീസൻ കിളികൾ ചത്തുകിടക്കുന്നു. അവയുടെ തല തകർന്നിട്ടുമുണ്ട്. ചിറകുകൾ ഒടിഞ്ഞിരിക്കുന്നു. മണിയുടെ മുഖത്ത് ചോര കട്ട പിടിച്ചു കിടക്കുന്നു. പണ്ടെന്നോ താൻ സഹായിച്ച ആ പീസൻ കിളികൾ തനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി. തങ്ങളുടെ സഹായകന്റെ ജീവൻ രക്ഷിക്കുവാൻ ആ പാവപ്പെട്ട കിളികൾ മണിയിൽ തലകൊണ്ടടിച്ചാണ് മണിനാദമുയർത്തിയത്. KS വേണുഗോപാലിൻ്റെ ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ എന്ന പുസ്തകത്തിലെ പ്രത്യുപകാരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.